ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കൊരു ഫോൺ എടുക്കാൻ പോകുന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് എനിക്ക് ഫോണില്ലാത്ത കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോൺ താഴെ വീണ് പൊട്ടി ഡിസ്പ്ലേ ഒക്കെ പോയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ആരും വിളിക്കാനോ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ വിചാരിച്ചു എന്നൊരു പുതിയ ഫോൺ എടുക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ സ്ഥലം എന്ന് പറയുന്നത് വയനാടാണ്. അപ്പോൾ വയനാട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒന്നും മഴയില്ല. ഇറങ്ങിയ പകുതി എത്തിയപ്പോൾ ഇത് നല്ല മഴയാട്ടോ. വയനാട്ടിലിപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ നല്ല മഴ, നല്ല തണുപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ വയനാട്ടുകാർക്ക് മെയിനായിട്ടും 3 സിറ്റിയാണുള്ളത്: കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി. അപ്പോൾ ഞങ്ങൾക്ക് മാനന്തവാടി കൽപ്പറ്റ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് കുറച്ച് അടുത്ത് കൽപ്പറ്റയാണ്, അതുകൊണ്ട് കൽപ്പറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ എണ്ണ അടിക്കാൻ കയറി കേട്ടോ. പോകുന്ന വഴിക്ക് എണ്ണ അടിക്കാൻ കയറിയപ്പോൾ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്തു. കാരണം ഫ്രണ്ടിൽ വേറെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചവിടെ വെയിറ്റ് ചെയ്തു. മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ഇനിയിപ്പോൾ മഴയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ പനമരത്താറായി കേട്ടോ. ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ സ്ഥലത്ത് വന്നാൽ. ഫുള്ളും വയൽപ്പാടങ്ങളൊക്കെ ആയിട്ട്, മരങ്ങളും പാടവും വയലൊക്കെ ആയിട്ട് നല്ല ഒരു തണുത്ത കാറ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വയനാട് ഫുൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, വയലുകളും മരങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ വന്നാൽ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ കാണാൻ. പിന്നെ ഞങ്ങൾ 3 പേരാണ് പോകുന്നത്, ഞാനും ഏട്ടനും അനിയനും കൂടെ. അപ്പോൾ അനിയൻ പുറകിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കൽപ്പറ്റയിലേക്കാണ് ഇനി കൽപ്പറ്റ എത്തി. കൽപ്പറ്റയിലോട്ടാണ് ഇനി പോകുന്നത്. ഇനി മെയിൻ സിറ്റിയിലോട്ടാണ് കൽപ്പറ്റ പോകുന്നത്. ഞങ്ങളിതേ ഷോപ്പിലേക്ക് എത്തി. അപ്പോൾ ഏട്ടനും അനിയനാണത്. അപ്പോൾ ഏട്ടനും അനിയനും കൂടി അവരോട് സംസാരിക്കുകയാണ്. മോഡലിനെ പറ്റി, ഏത് മോഡലാണുള്ളത്, സെറ്റ് ഏതാണുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു തരുന്നുണ്ട് മോഡലിനെ പറ്റി, സെറ്റിനെ പറ്റിയൊക്കെ. അപ്പോൾ നമുക്ക് 3 പേർക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോൺ എടുത്തിട്ടുണ്ട്. ഏട്ടൻ നോക്കുകയാണ് ഫോണൊക്കെ. അപ്പോൾ ഞങ്ങളിതേ ഫോൺ എടുത്തു. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും, ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നു കേട്ടോ. സർവീസിങ് ആണ് അവരുടേതൊക്കെ. അപ്പം കൽപ്പറ്റ ഈ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്നാണ് ഞാൻ ഫോൺ എടുത്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഷോപ്പാണ്. നമ്മളെ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യം ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അവർ സർവീസും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തു തരും.
ഇത് ഫോണൊക്കെ വാങ്ങി ഇറങ്ങി ഞങ്ങൾ പനമരത്ത് പകുതി വഴിക്ക് എത്തിയിട്ടോ. ഇതേ പനമരത്തിനടുത്ത് വെച്ച് നല്ല പുഴമീൻ വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതേ കുറേ പേരുണ്ട്, കുറേ ആൾക്കാരുണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളും അവിടെ കണ്ടപ്പോൾ ഇതേ അവിടെ ഇറങ്ങി മീനൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ വീട്ടിലോട്ട് തന്നെയാണ് കേട്ടോ നേരെ പോകുന്നത്. കാരണം ഞങ്ങൾ വൈകുന്നേരമായിരുന്ന സമയം. അപ്പോൾ വൈകുന്നേര സമയത്താണിത്. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള ടൗണാണ് കേട്ടോ. അപ്പോൾ ഇനി പോകുന്നത് വീട്ടിലേക്ക് തന്നെയാണ്. ഞങ്ങൾ പൊന്നൂട്ടീനെ എടുത്തില്ല, ഞങ്ങൾ പോയിട്ട് വേഗം വരാമെന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ പോയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മൾ വേറെ എവിടെയും കയറാൻ നിന്നില്ല, ഫോൺ എടുത്തപാടെ നമ്മൾ വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ടൗണാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പൊന്നൂട്ടി കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളിത് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫേമസ് എന്ന് പറഞ്ഞ ഒരു ബേക്കറി ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നെ ഒരു ദിവസത്തെ ഫോൺ എടുക്കാൻ പോയ കാഴ്ചകളെന്ന് പറയുന്നത്. ഓക്കേ.